പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 സെപ്റ്റംബർ മാസം 27-ാം തീയതി ആമേൻ ബുധനാഴ്ച പ്രഭാതത്തിൽ വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കാര്യങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് ഈ നല്ല വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനോട് നന്ദി പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. ഒന്നോർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ നടത്തി. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നതിനായിട്ട് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ എഴുന്നേൽപ്പിച്ചതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവ് നല്ലവനാകുന്നു, അത്ഭുതകരമായി നമ്മളെ നടത്തുന്ന കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. ഈ പ്രഭാതം ഞങ്ങൾ ഒരിക്കലൂടെ പറയുന്നു, എൻ്റെ യേശു നല്ലവൻ, എൻ്റെ യേശു വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ സാന്നിധ്യത്തിലായിരിക്കാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ വലിയ ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യം എത്ര മനോഹരമാകുന്നു. നന്ദിയോടെ കർത്താവിന് സ്തോത്രം, നന്ദിയോടെ കർത്താവിന് സ്തോത്രം, നന്ദിയോടെ കർത്താവിന് സ്തോത്രം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ അങ്ങ് തന്ന ഈ പദവിക്കായിട്ട് സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, രോഗത്താൽ ഭാരപ്പെടുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. പ്രത്യേകിച്ച് ദിവസങ്ങളായി നിൽക്കുന്ന ചുമ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. വായ്ക്കകത്തുണ്ടായിരിക്കുന്ന അൾസർ, അതുപോലെ തന്നെ സ്കിൻ ഡിസീസ്, വായ്ക്കകത്ത് സ്കിന്നിനകത്തുണ്ടായ ബുദ്ധിമുട്ടുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ തന്നെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതകരമായി നടത്തുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഫലമില്ലാതിരിക്കുന്ന അവസ്ഥകൾ മാറി ഫ്രൂട്ട്ഫുള്ളായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കുഞ്ഞുങ്ങൾ ഫ്രൂട്ട്ഫുള്ളായി തീരട്ടെ. അവരുടെ സാമ്പത്തിക മേഖല ഫ്രൂട്ട്ഫുള്ളാകട്ടെ, ജോലി ഫ്രൂട്ട്ഫുള്ളാകട്ടെ, ബിസിനസ്സുകൾ ഫ്രൂട്ട്ഫുള്ളാകട്ടെ, എല്ലാ സ്റ്റാഗ്നേഷനുകളും മാറി നിൽക്കട്ടെ. കർത്താവിൻ്റെ അത്ഭുതം തൻ്റെ കുഞ്ഞുങ്ങളുടെ ലൈഫിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഞങ്ങൾ പൂർണ്ണമായി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ ലോകവ്യാപകമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ബ്ലസ് ചെയ്യുന്നു. കർത്താവരെ അനുഗ്രഹിക്കുകയും ഒരു ഉണർവിന് വേണ്ടി ഒരുക്കുകയും ചെയ്യണമേ. കർത്താവെ, കുഞ്ഞുങ്ങളുടെ അഡ്മിഷന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ മക്കൾക്ക് വാതിലുകൾ തുറന്നു വരട്ടെ, വഴികൾ തുറന്നു വരട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പ്രാർത്ഥന കർത്താവ് കേട്ടതിന് സ്തോത്രം. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുവദിക്കുന്ന പക്ഷം നാളെ രാവിലെ ഇന്ത്യൻ സമയം രാവിലെ 8 മണിയോടുകൂടെ നമ്മുടെ സഭായോഗം ആരംഭിക്കും. എല്ലാവരും തന്നെ അതിൽ പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കുക. അതുപോലെ തന്നെ ഓഗസ്റ്റ് മാസം 30, 31, സെപ്റ്റംബർ മാസം 1-ാം തീയതി നമ്മുടെ ഉപവാസ പ്രാർത്ഥനയാണ്. എല്ലാവരും അതിൽ പങ്കെടുക്കണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരുമിച്ച് ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് തന്നിരിക്കുന്ന തിരുവെഴുത്തുകൾക്കായിട്ട് നമ്മുടെ കാതുകളെ കൂർപ്പിക്കാം. കൊലോസ്യ ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ. കണ്ടിന്യൂ ഇൻ പ്രയർ. പരിശുദ്ധാത്മാവ് ഈ പ്രഭാതം നമ്മളെ ഓർപ്പിക്കുന്നു. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് കണ്ടിന്യൂ ഇൻ പ്രയർ. ആമേൻ, ആമേൻ. കണ്ടിന്യൂ ഇൻ പ്രയർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ തുടരുക എന്നതാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. ആമേൻ. കണ്ടിന്യൂ ഇൻ പ്രയർ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും മുട്ടുമേൽ നിൽക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് പ്രാർത്ഥന അവസാനിപ്പിച്ചാലും, ഇപ്പം നമ്മൾ രാവിലെ നമ്മളൊരു പ്രാർത്ഥിക്കാനൊരു സമയം മാറ്റിവെച്ചു, ആ പ്രാർത്ഥന അവസാനിപ്പിച്ചാലും ദൈവവുമായിട്ടുള്ള കണക്ഷൻ അവസാനിപ്പിക്കരുത്. പ്രയർ എന്ന് പറയുന്നത് ഫെലോഷിപ്പാണ്,
കണക്ഷനാണ്. ആമേൻ നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നു, രാവിലെ എഴുന്നേറ്റു പ്രാർത്ഥിക്കുന്നു, പിന്നീട് ജോലി ചെയ്യുന്നു, മറ്റുള്ള ആളുകളോട് ഇടപെടുന്നു, യാത്രകൾ ചെയ്യുന്നു, ബിസിനസ്സുകൾക്ക് തീരുമാനമെടുക്കുന്നു, പ്രശ്നങ്ങളെ പലതരത്തിലുള്ള ചലഞ്ചസുകളെ നേരിടുന്നു. എന്നാൽ ഇതെല്ലാം ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ ദൈവവുമായിട്ട് നമുക്കൊരു കണക്ഷൻ ഉണ്ടാകും. കർത്താവേ, ഞാൻ എപ്പോഴും അങ്ങയുടെ കൂടെ ആയിരിക്കുന്നു, അങ്ങയുടെ സാന്നിധ്യത്തിലായിരിക്കുന്നു. ഇതാണ് നമ്മുടെ ഈ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ഉദാഹരണം പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിയുടെ ഒരു കണക്ഷൻ നമുക്ക് ലളിതമായ ഒരു ഉദാഹരണം പോലെ നമുക്ക് പഠിക്കാം. അതായത് ഒരു ബൾബ് എത്ര നല്ല ക്വാളിറ്റി ആണെന്ന് പറഞ്ഞാലും അത് ഇലക്ട്രിസിറ്റിയുമായി കണക്റ്റഡ് അല്ല എങ്കിൽ പ്രകാശിക്കത്തില്ല. അല്ലെങ്കിൽ കുറച്ച് നേരം നമ്മൾ ഇലക്ട്രിസിറ്റിയിൽ ഇട്ടുവെച്ചു, അല്ലെങ്കിൽ സ്വിച്ച് ഓണാക്കി ഇട്ടു, അപ്പോൾ നമ്മളത് പ്രകാശിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് പറ്റും? നമ്മൾ ഓഫ് ചെയ്യുമ്പോൾ അത് കെട്ടുപോകും, അതിൻ്റെ പ്രകാശം നിന്നു പോകും. കണക്ഷൻ ഉണ്ടെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യും, കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ലൈറ്റ് വരും. അതുപോലെ നമുക്ക് കഴിവ് മാത്രം ഉണ്ടായാൽ പോരാ, വിദ്യാഭ്യാസം മാത്രം ഉണ്ടായാൽ പോരാ, നമുക്ക് കുറച്ച് പണം ഉണ്ടായാൽ മാത്രം പോരാ, നമുക്ക് എക്സ്പീരിയൻസ് മാത്രം ഉണ്ടായാൽ പോരാ. ദൈവവുമായിട്ടുള്ള തുടർമാനമായിട്ടുള്ള കണക്ഷൻ നമുക്ക് ആവശ്യമാണ്. യേശു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, എന്നിൽ വസിപ്പീൻ, എന്നാൽ ഞാൻ നിങ്ങളിൽ വസിക്കും. മുന്തിരി വള്ളിയോട് ചേർന്നിരിക്കുമ്പോഴാണ് കൊമ്പുകൾക്ക് ജീവനും ഫലവും ഉണ്ടാകാൻ കഴിയുന്നത്. കണക്ഷൻ നഷ്ടപ്പെട്ടാൽ എന്ത് നഷ്ടപ്പെടും? ഫ്ലോ നഷ്ടപ്പെട്ടാൽ ഫ്രൂട്ട് നഷ്ടപ്പെടും. ഇതുപോലെ ദൈവമക്കളുടെ ജീവിതം. നമ്മൾ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലാണോ നമുക്ക് എപ്പോഴും ഫ്രൂട്ട്ഫുൾ ആകാം. അതുകൊണ്ടാണ് പറയുന്നത്, ഒന്ന് പ്രാർത്ഥന കണ്ടിന്യൂസ്, നമ്മുടെ ഉള്ളിൽ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കർത്താവുമായിട്ട് എപ്പോഴും കണക്റ്റഡായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തിന് പാടിക്കൊണ്ട്, ദൈവവചനം നമ്മുടെ ഉള്ളിൽ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, യാത്രകൾ ചെയ്യുമ്പോഴും നമ്മളിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് കർത്താവുമായിട്ട് കണക്റ്റഡായിരിക്കുക. നമുക്കുള്ളിൽ പ്രാർത്ഥിക്കാമല്ലോ. നമുക്ക് പലർക്കും ദൈവം അന്യഭാഷ വരം തന്നിട്ടുണ്ട്. അല്ലാതെ അന്യഭാഷ വരമില്ലാത്തവർക്കും പ്രാർത്ഥിക്കാം, അന്യഭാഷ വരം ലഭിച്ചവർക്കും പ്രാർത്ഥിക്കാം. എപ്പോഴും എന്ത് ചെയ്യുക? ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്കർ 5:17 പറഞ്ഞില്ലേ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ. അപ്പം കർത്താവേ, നമ്മൾ ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം നമ്മൾ ദൈവവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ പറയുന്നു. ഇത് കണക്ഷൻ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ വചനം നമ്മൾ വിശ്വാസത്തോടെ നമ്മുടെ ഉള്ളിൽ പെതുക്കുകയാണെങ്കിലും വായ അനക്കാതാണെങ്കിലും ദൈവവചനം നമ്മുടെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തു പറ്റും? ആ കണക്ഷനിൽ നമുക്ക് നിൽക്കുവാൻ കഴിയും. അപ്പോൾ എന്തു പറ്റും? നമ്മുടെ തീരുമാനങ്ങൾക്ക് മാറ്റം വരും. നമ്മുടെ വാക്കുകൾ, നമ്മൾ പറയുന്ന വാക്കുകൾ പിന്നെ സാധാരണ മനുഷ്യൻ സംസാരിക്കത്തില്ല. നമ്മുടെ വാക്കുകളിൽ മാറ്റം വരും. ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും കർത്താവെ, അങ്ങ് എനിക്ക് ആരോഗ്യം തന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് എനിക്കിവിടെ ഇന്ന ആളിനെ കാണാൻ കർത്താവ് കൃപ ചെയ്തതിനായിട്ട് സ്തോത്രം. എനിക്കിങ്ങനെ സംസാരിക്കാൻ കർത്താവ് എന്നെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. എനിക്കിന്ന് ജോലിക്ക് വരുവാൻ കർത്താവ് സഹായിച്ചതിനായിട്ട് സ്തോത്രം. ഇന്നും എനിക്ക് ജോലി ഉണ്ടല്ലോ, അതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അത് കർത്താവുമായിട്ടുള്ള കണക്ഷനിൽ നമ്മളെ നിർത്തും. ദൈവവചനത്തെ അനുസരിക്കുക. ഇപ്പം പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ ഒരു സാഹചര്യം വന്നു, പെട്ടെന്ന് ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ അവിടെ പ്രവർത്തിക്കേണ്ടതായിട്ട് വരുന്നത്. പക്ഷെ നമ്മൾ ദൈവവചനത്തെ നമ്മൾ അനുസരിക്കുന്നു. കർത്താവെ, വചനം അനുസരിക്കാൻ അങ്ങനെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. അപ്പോൾ കർത്താവിൻ്റെ വചനം തിരുവഴുത്തിൽ പറയും, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ വചനത്തെ നിങ്ങൾ, എൻ്റെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കും. അപ്പോൾ നമ്മൾ ദൈവവചനം അനുസരിക്കുമ്പോൾ എന്ത് പറ്റും? ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തിൽ നമുക്ക് നിൽക്കുവാൻ കഴിയും. അപ്പോൾ പ്രാർത്ഥന, ദൈവവചനം, സ്തോത്രം, അനുസരണം, ഇതെല്ലാം കൂടെ കൂടുമ്പോൾ എന്തു പറ്റും? അസാധാരണമായ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ കാരണമാകും. അപ്പോൾ നമ്മൾ ഓർത്താൽ മതി, നമുക്ക് പ്രാർത്ഥിക്കാൻ താല്പര്യമില്ലാതെ വരുന്നു, ബൈബിൾ വായിക്കാൻ താല്പര്യമില്ലാതെ വരുന്നു. കർത്താവിനേക്കാളും കർത്താവിൻ്റെ കാര്യങ്ങളെക്കാൾ അധികം നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയുന്നു, സമാധാനം നഷ്ടപ്പെടുന്നു. ആളുകളുടെ ശബ്ദം കേൾക്കാൻ കൂടുതൽ ആഗ്രഹിക്കുന്നു, നന്ദി പറയുന്നത് കുറയുന്നു. ഇതൊക്കെ വരുമ്പോൾ ഓർത്തോളം നമ്മുടെ കണക്ഷനകത്ത് എന്തോ പ്രശ്നം വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം വ്യാഴാഴ്ചയാണ്, നാളെ നമുക്ക് സഭായോഗമാണ്. ഇന്ന് നമുക്ക് ദൈവവുമായിട്ട് പൂർണ്ണമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. രാവിലെ തന്നെ സ്വിച്ച് അങ്ങോട്ട് കുത്തുക, ഓണാക്കി ഇടുക. ജോലി ചെയ്യുമ്പോഴും, അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും, ആളുകളോട് സംസാരിക്കുമ്പോഴും, സാഹചര്യങ്ങൾ വരുമ്പോഴും എല്ലാം കർത്താവുമായിട്ട് കണക്റ്റഡ് ആകുക. പർട്ടിക്കുലർ ഒരു ടൈം ഇടയ്ക്ക് ഗ്യാപ്പ് വെച്ചിട്ട് 1-2 വാക്യങ്ങൾ ബൈബിളിൽ നിന്ന് വായിക്കുക. സാഹചര്യമുണ്ടെങ്കിൽ അന്നേരം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക.
അല്ലാത്തപ്പോൾ എന്ത് ചെയ്യുക? ദൈവവുമായിട്ട് ഫുൾ ടൈം കണക്റ്റഡ് ആയിരിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറും. യെശയ്യാ പറയുന്നില്ലേ 40:31 യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അതെ, എപ്പോഴും ഇങ്ങനെ കണക്റ്റഡ് ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആത്മീയ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ പുതുക്കപ്പെടും. നിങ്ങൾ ഒരത്ഭുതമായി മാറും. അതുകൊണ്ട് കരങ്ങൾ ഉയർത്തി പറ, ഇന്ന് ഞാൻ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കും, ഞാൻ സ്തോത്രത്തോടെ അതിനായിട്ട് ജാഗരിക്കും, ഞാൻ ദൈവവചനത്തിൽ നിലനിൽക്കും, പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിലായിരിക്കും ഞാൻ ഇന്ന് പോകുന്നത്. ജോലി സ്ഥലത്തും ഇത് ചെയ്യാൻ പറ്റും. ആമേൻ, ആമേൻ. നിങ്ങളുടെ അടുക്കളയിലും ഇത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ യാത്രകളിലും ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ ആ കണക്ഷനിൽ നിങ്ങൾ പോയാൽ നിങ്ങൾ അത്ഭുതമായി തീരും കേട്ടോ. ട്രൈ ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതിനായിട്ട് കർത്താവ് കൃപ തരട്ടെ. ആ കണക്ഷൻ നഷ്ടപ്പെടാതെ സൂക്ഷിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. കർത്താവെ, ഇന്ന് ഈ സന്ദേശം കേട്ട എല്ലാവരും ഫുള്ളി കണക്റ്റഡ് ആയിരിക്കട്ടെ. ആ കണക്ഷൻ നഷ്ടപ്പെടാതെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കാൻ കർത്താവ് സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തി പറ, കർത്താവിൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. കരമുയർത്തി പറഞ്ഞാൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലസ്ഡ്. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.